എന്താണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്? നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന ലെഡ്ജേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു മാപ്പാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു 5 ഫൈനാൻഷ്യൽ എലമെന്റ്സ് എന്ന് പറഞ്ഞു. ഓരോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 5 കാറ്റഗറിയിലായിരിക്കും നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളിന് നമ്മുടെ അസറ്റ്സ്. അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കറണ്ട് അസറ്റ്സ് ഉണ്ടാവും, നോൺ കറണ്ട് അസറ്റ്സ് ഉണ്ടാവും. അതൊരു ഡയറക്റ്റ് കാറ്റഗറൈസേഷൻ ആണ്. അതിൻ്റെ ഇനിയിപ്പോൾ കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെ ഉണ്ടാവും? ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടാവും, ക്യാഷ് ഉണ്ടാവും, അക്കൗണ്ട് റിസീവബിൾസ് ഉണ്ടാവും, ഇൻവെൻട്രീസ് ഉണ്ടാവും, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള രൂപത്തിൽ എന്ത് ചെയ്യും? ആ കാറ്റഗറൈസേഷൻ പിന്നെ അങ്ങോട്ടേക്ക് പോകും. അതേപോലെ തന്നെ ലയബിലിറ്റീസിൽ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാവും, നോൺ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാവും. അതേപോലെ ഇൻകത്തിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻകം ഉണ്ടാവും. പിന്നെ അതേപോലെ അതർ ഇൻകം ഉണ്ടാവും. എക്സ്പെൻഡിച്ചറിൽ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും. ഈ രൂപത്തിൽ നമ്മുടെ കമ്പനിയിലെ എല്ലാ അക്കൗണ്ട്സിനെയും നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു, എങ്ങനെ മാപ്പ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് റെഡിയായി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിലി ആയിട്ട് നിങ്ങൾ ERP യൂസ് ചെയ്തിട്ട് തന്നെ വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള ബാലൻസ് ഷീറ്റും P&L അതുപോലെ മറ്റുള്ള റിപ്പോർട്ട്സും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഗ്രൂപ്പിംഗ് ആണ്. മേ ബി ഇപ്പോൾ ഒരു സാലറി ആണ്. സാലറി മേ ബി അവിടെ ഒരു 20 സ്റ്റാഫ്സ് ഉണ്ടെങ്കിൽ അവിടെ സാലറിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈച്ച് ഗ്രൂപ്പിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി രമേശ് ഉണ്ടാവാം, സാലറി ഹബീബ് ഉണ്ടാവും. ഈ രൂപത്തിൽ 20ഓളം സാലറി അക്കൗണ്ട് ഉണ്ടാവും. അതൊരു സാലറി എന്നുള്ളൊരു കാറ്റഗറൈസേഷനിലായിരിക്കും. അതിൻ്റെ മേലെ മേ ബി എന്തുണ്ടാവാം? ഒരു എംപ്ലോയി കോസ്റ്റ് എന്നുള്ള രൂപത്തിൽ വരാം. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാവാം. ഈ രൂപത്തിൽ എന്ത് ചെയ്യും? ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അത് നമ്മുടെ കമ്പനിയിലെ മൊത്തം അക്കൗണ്ട്സിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു മാപ്പിനെയാണ് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടന്റ് കൃത്യമായി കെയർ ചെയ്തിട്ട് ഓരോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കമ്പനീൻ്റെ പോളിസിക്ക് അനുസരിച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പൊസിഷനിങ് അല്ലെങ്കിൽ അതിൻ്റെ മാപ്പിംഗ് വളരെ ക്ലിയർ ആണെന്ന് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ പറ്റും.